കുറ്റകൃത്യങ്ങൾക്ക് പ്രായം ഒരു ഘടകമല്ലാതായി മാറുമ്പോൾ, ഒരു ഉറുമ്പിനെ കൊല്ലുന്ന ലാഘവത്തോടെ ഉറ്റവരുടെ ജീവൻ എടുക്കാൻ പോലും മടിയില്ലാത്തവരുടെ മനോനില ഞെട്ടലുളവാക്കുമ്പോൾ, കൂടെയുണ്ടാകുമെന്നും അവർ സ്നേഹവും സുരക്ഷയും പകർന്നു നൽകുമെന്നും വിശ്വസിക്കുന്നവരുടെ കൈകൾ കൊണ്ട് തന്നെ ജീവൻ വെടിയേണ്ടി വരുന്നവരുടെ ആർത്തനാദങ്ങൾ പല വീടുകളിൽ നിന്നും ഉയർന്നു കേൾക്കുമ്പോൾ എന്താണ് പരിഹാരമെന്ന ചോദ്യം ഓരോരുത്തരുടെയും ഉള്ളിൽ നിറയുകയാണ്. മുമ്പും തിന്മകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാ ഗൂഢാലോചനകളെയും ചെറുക്കുന്ന ഒരു സമൂഹം അക്കാലത്തുണ്ടായിരുന്നു. എല്ലാ അനാശ്വാസ പ്രവണതകൾക്കും അന്നൊരു സാമൂഹിക വിലക്കുണ്ടായിരുന്നു. എല്ലാ അതിരുവിട്ട അധാർമിക പ്രവർത്തനങ്ങളും സാമൂഹിക ആഖ്യാനത്തിൽ അന്ന് പ്രതിലോമകരമായ സംഗതികളായിരുന്നു. നാം ഓരോരുത്തരും ജീവിതം കൊണ്ട് നല്ല മാതൃകകൾ സൃഷ്ടിക്കണം. സ്നേഹത്തോടെയുള്ള ഉപദേശങ്ങളും തിരുത്തലുകളും നാം സജീവമാക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നു, وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنكَرِ وَأُولَئِكَ هُمُ الْمُفْلِحُونَ. നന്മയിലേക്ക് ക്ഷണിക്കുകയും സുഹൃതങ്ങൾ കൽപ്പിക്കുകയും തിന്മകളെ നിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നുണ്ടാകണം.